തോൽവി ആഴത്തിൽ പരിശോധിക്കുമെന്നും പാർട്ടിയും മുന്നണിയും തിരുത്തുമെന്നും CPI നേതാവ് GR അനിൽ 24-നോട്. ഭരണപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല, പഠിച്ച് തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകുമെന്നും GR അനിൽ പറഞ്ഞു. ഷഫീദ് റാവുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്തൊരു കോൺഗ്രസ് അനുകൂല കാറ്റ് അത് വീശിയപ്പോഴും തിരുവനന്തപുരത്ത് നെടുമങ്ങാട് എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിൽ വളരെ സ്റ്റേബിളായി ഈ പറയുന്ന LDF-ന് മേൽക്കൈ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ റൗണ്ടിലും, തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൻ്റെ ഓരോ റൗണ്ടിലും നെടുമങ്ങാട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആ രീതിയിലുള്ളൊരു മുന്നേറ്റമായിരുന്നു LDF-ന്. ഇപ്പോൾ മുൻ മന്ത്രിയും അതേപോലെ തന്നെ ഈ നെടുമങ്ങാട്ട് LDF-ന്റെ സ്ഥാനാർത്ഥിയുമായ GR അനിൽ നമ്മോടൊപ്പം ചേരുകയാണ്. നമ്മൾ ഈ പറയുന്ന നെടുമങ്ങാട് ഓരോ റൗണ്ട് എണ്ണുമ്പോഴും കൃത്യമായിട്ടുള്ള മേൽക്കൈ LDF-ന് ഉണ്ടായിരുന്നു. ആദ്യം അഭിനന്ദനം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതെങ്ങനെയാണ് നെടുമങ്ങാടിൻ്റെ ഒരു വിജയത്തെ നമ്മൾ കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പലവിധ ചിന്തയാണ് പല കേന്ദ്രങ്ങളിലും ഉണ്ടായതായിട്ടാണ് റിസൾട്ട് കാണിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുചിത്രം നെടുമങ്ങാട് വ്യത്യസ്തമാണ്. അത് കാണിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ, നിലപാടുകൾ ഫലപ്രദമായി ജനങ്ങളടുത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞതാണ്. ഈ കാറ്റിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതും നല്ല വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞതും. UDF-ൻ്റെ പഞ്ചായത്തിലും LDF-ന് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒരു പഞ്ചായത്ത് UDF-ൻ്റെതാണ്. അവിടെയും 1000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ആ പഞ്ചായത്തിന് ലഭിച്ചു. അതുപോലെ നമ്മളെല്ലാം പൊതുവിൽ കണ്ടിരുന്ന മൈനോറിറ്റിക്കിടയിൽ അത്തരം കേന്ദ്രങ്ങളിലും നല്ല വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് വ്യത്യസ്തമാണ് ഓരോ സ്ഥലത്തെയും. അത് നന്നായി മനസ്സിലാക്കി തിരുത്തുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ക്യാബിനറ്റിലെ മറ്റു മന്ത്രിമാർ മത്സരിച്ച സ്ഥലങ്ങളിൽ അതിൽ ചില മന്ത്രിമാർ തോറ്റിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ മറ്റു സ്ഥലങ്ങളിൽ എന്തായിരിക്കും ഒരു പക്ഷേ സംഭവിച്ചിട്ടുണ്ടാവുക? കാരണം ഒന്ന് LDF-ൻ്റെ ആശയപ്രചരണത്തിലുണ്ടായ വീഴ്ച ആകാമോ, അതല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ ഭാഗമായിരിക്കുമോ? രണ്ടും അതിനകത്ത് പറയാൻ കഴിയും. ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ക്യാമ്പയിൻ വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രതിപക്ഷത്തു നിന്നുണ്ടായി എന്ന് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അത് മാറ്റിയെടുക്കാൻ നമുക്ക് എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ കഴിഞ്ഞിട്ടില്ല. സംഘടിതമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ആ ദുഷ്പ്രചരണങ്ങൾ വ്യാപകമായി കാണാൻ കഴിഞ്ഞു എന്നത് റിസൾട്ട് കാണുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാകും. GR അനിലുമായി ഷഫീദ് റാവുത്തർ ആണ് സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.